ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട്ടിലിരുന്നൊരു വഴിയായി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉറക്കം എഴുന്നേക്കുന്നതൊക്കെ വളരെ ലേറ്റായിട്ടാണ്, 7 മണി 8 മണിയൊക്കെ ആയിട്ടാണ് ഉറക്കം എഴുന്നേക്കുന്നത് തന്നെ. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ആക്ച്വലി അവധി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കും. പക്ഷേ അവധി കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രാത്രി ഫുള്ള് സിനിമ ഇട്ടിരുന്നത് കാരണം ഉറങ്ങാൻ പറ്റത്തില്ല. ഇവർ രണ്ടുപേരും നന്ദമോളും ഒരുപാട് ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ അതേ ഞാൻ ഓൾറെഡി എഴുന്നേറ്റതാണ്, എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി, പിന്നെ എഴുന്നേറ്റു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഓടിപ്പടച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അത് കാരണം പയ്യെ എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. നന്ദമോൾ എഴുന്നേറ്റില്ല. നന്ദേനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എഴുന്നേറ്റു. തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി നമുക്ക് ഗ്യാസ് തീർന്നു കേട്ടോ. അപ്പോൾ എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഓൾറെഡി ബുക്ക് ചെയ്തതാണ്, അവർ ഡെലിവറി ചെയ്തില്ല. പിന്നെ ഞാൻ സ്കൂളിലായതുകൊണ്ടും നേരത്തെ വിളിച്ച് പറഞ്ഞാൽ ഇവിടെ മേടിക്കാൻ ആരും ഇല്ലാത്തത് കാരണം ഞാൻ മറന്നുപോയി ആക്ച്വലി മേടിക്കാനായിട്ട്. അപ്പോൾ അതേണ്ട രാവിലെ അനുവേട്ടൻ പൂരിയും കിഴങ്ങറിയും പിന്നെ ബ്രെഡും കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങിച്ച് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഇനി എപ്പോൾ കൊണ്ടുവരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആക്ച്വലി ഇവിടെ നമുക്ക് ബുധനാഴ്ചയാണ് ഗ്യാസ് കൊണ്ടുവരുന്ന ദിവസം. ബുധനും ഞായറുമാണ് നമ്മുടെ ലൈനിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി എന്താവുമെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക്. അപ്പോൾ നന്ദൂട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നന്ദയ്ക്ക് ഒരു 10-20 മിനിറ്റിനുള്ളിൽ നന്ദയ്ക്ക് ഫുഡ് കഴിക്കണം. നല്ല നന്ദയ്ക്ക് വിശക്കും, നല്ല വിശപ്പ് വരും. അപ്പോൾ അതേണ്ടേ ഫേസ് വാഷൊക്കെ ചെയ്തു, ബ്രഷൊക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ നമുക്ക് ചോറൊക്കെ പയ്യെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്തത് കാരണം എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വെറുതെ നിൽക്കുക കേട്ടോ. അപ്പം ഞാൻ എപ്പോൾ കിച്ചണിൽ വന്നാലും എപ്പം വെറുതെ ഇരുന്നാലും ഞാൻ കൃപാസന മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഫോൺ ഞാൻ കുത്തിയിട്ടിട്ട് അതിനകത്ത് ഞാൻ സാക്ഷി ഇട്ടിട്ടാണ് കിച്ചണിൽ തന്നെ നിൽക്കുന്നതും. പിന്നെ ഇൻ കേസ് ടി വി കാണുകയാണെങ്കിൽ മാത്രമേ ഞാനത് ഓഫ് ചെയ്യത്തുള്ളൂ. അതൊരു വല്ലാത്തൊരു ധൈര്യം കേട്ടോ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ ദിവസം ഇന്നിങ്ങനെയാണ്. എന്താകുമെന്ന് ഒരു പിടിയില്ല. ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കണോ. അപ്പം ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ സൺഡേ ഞങ്ങൾ ചിക്കനും മേടിച്ചില്ല, ബിരിയാണി കഴിച്ചു. ഒരുമാതിരി 2 ദിവസം അടുപ്പിച്ച് ബിരിയാണി കഴിച്ചത് കാരണം ഞങ്ങൾ ചിക്കനും മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പം കടലക്കറി വെക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ചപ്പോഴായിരുന്നു കേട്ടോ തീർന്നത്. അത് കാരണം ആ കടല വേവിച്ചത് പകുതി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഗ്യാസ് വന്ന എന്തെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നിതെല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല. ഉച്ചയ്ക്ക് പിന്നെ ഊണ് കഴിക്കാൻ ഇവിടുത്തെ ഊണ് നമുക്ക് അത്രയും കൂടെ പോകത്തില്ല. അത് കാരണം ഊണിൻ്റെ കാര്യം ജസ്റ്റ് ചോറ് വെക്കാൻ പറ്റിയാലും വേണ്ടില്ലായിരുന്നു. നന്ദമോളാണെങ്കിൽ തൈരും കൂട്ടിയാലും കഴിക്കാവുള്ളൂ. അപ്പോൾ വേണ്ട രാവിലെ എന്തോ ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ. കിച്ചണെല്ലാം നീറ്റായിട്ട് ക്ലീനായിട്ട് കിടക്കുക, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഹോളിഡേയ്സ് ആണെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ബോറടിച്ച് ഞങ്ങളൊരു വഴിയായി കേട്ടോ. കണ്ട സിനിമകളും അതൊക്കെ കാണലാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല, കിച്ചൺ ക്ലീനിങ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നന്ദൂട്ട എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ കഴിക്കാം കേട്ടോ. എനിക്ക് വിശക്കുന്നു. നമ്മൾ സ്കൂൾ ടൈമിങ്ങിന് കഴിച്ച് ശീലമായത് കാരണം എനിക്കും വിശന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഞാൻ ഫസ്റ്റ് കഴിക്കാം. ബ്രെഡ് കഴിക്കണോ പൂരി കഴിക്കണോ എന്ന് ആലോചിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് പൂരി തന്നെ കഴിക്കാം. പിന്നെ ഉച്ചക്കത്തേക്കാകുമ്പോഴത്തേനും പൂരി ഒരു പരുവാവും. അത് കാരണം ബ്രെഡ് കഴിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഇട്ട കോഫി കുറച്ചുണ്ട് കേട്ടോ. പക്ഷെ തണുത്തിട്ട് വയ്യ. ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ച് ബാലൻസ് ചൂടാക്കാൻ പറ്റാത്തത് കാരണം. അപ്പോൾ ഇവിടെ നിന്ന് ഇൻഡക്ഷനും ചീത്തയായിട്ട് കുറേ നാളായി ശരിയാക്കിയില്ല. അപ്പം നല്ല വെയിലുണ്ട്. കുറച്ച് നേരം വെയിലത്ത് നിൽക്കാമെന്ന് കരുതി വെയിലത്തോട്ട് ഇറങ്ങി നിന്നു. അപ്പം നാളെ മുതൽ ഇവിടുത്തെ ഫെസ്റ്റിവൽ തുടങ്ങാം. അപ്പോൾ സംക്രാന്തിയുടെ എല്ലാം അത് കാരണം റോഡിലോട്ടൊന്നും പോയില്ല, നല്ല തിരക്കാണ് റോഡിലൊക്കെ. അപ്പോൾ നാളെ അമ്പലത്തിലോട്ടൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്